നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പാർട്ട് 4 ആണ്. ഓക്കെ, അപ്പോൾ 1, 2, 3 പാർട്ടുകൾ നമ്മൾ വളരെ വിശദമായും വളരെ വ്യക്തമായും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്, അല്ലെങ്കിൽ ഇനി കുറെ കൂടെ പുതിയ ബേസിക് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി എല്ലാ ക്ലാസ്സുകളും ബേസ് ക്ലാസ് എന്നല്ല, നമ്മൾ കണ്ടു അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത എല്ലാം എന്തായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. NDPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും RRGയുടെ ഒക്കെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് പറയുന്നത് അടുത്ത വേറെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ട്രിഗണോമെട്രിയായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കൂടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ നമുക്കിനി അങ്ങറ്റം വരെയും ആവശ്യമുള്ളത് തന്നെയാണ്. ഇടയിൽ ഓരോ ക്വസ്റ്റിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കയറി വരും. ഇനി ഇന്ന് നമ്മൾ കുറെ അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എടുക്കണം, നോട്ട് കുറിക്കണം, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കണം, വർക്ക്ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാഡ്രന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ക്വാഡ്രന്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വേരി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ അല്ലേ? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ക്വാഡ്രന്റ് നമ്മളെല്ലാവരും സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ഒരു 2 വരയൊക്കെ വരച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ക്വാഡ്രന്റ് എന്നൊക്കെ പറയും അല്ലെ. നമ്മൾ കുറെ ഭയങ്കര വ്യക്തമായിട്ട് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നമ്മൾ ഇങ്ങനെ ഒരു 2 ലൈനൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, 4 ക്വാഡ്രന്റ് കിട്ടി അല്ലെ. 1ാമത്തെ ക്വാഡ്രന്റ്, 2ാമത്തെ ക്വാഡ്രന്റ്, 3ാമത്തെ ക്വാഡ്രന്റ്, 4ാമത്തെ ക്വാഡ്രന്റ് എന്നൊക്കെ നമുക്ക് പറയാം. മലയാളത്തിൽ നമ്മൾ ക്വാഡ്രന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ചതുർസ്ഥാനം എന്നാണ്. ചതുർസ്ഥാനം. ഓക്കെ അല്ലേ? അപ്പോ ക്വാഡ്രന്റ്, 1ാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഈ ഒരു സ്പേസിനെ പറയുന്നതാണ് എന്ത്, 1ാമത്തെ ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി നമ്മളെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ക്വാഡ്രന്റ് പറയുക. അപ്പോ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഇത് 2ാമത്തെ ക്വാഡ്രന്റ്, ഇത് 3ാമത്തെ ക്വാഡ്രന്റ്, ഇത് 4ാമത്തെ ക്വാഡ്രന്റ്. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ ക്വാഡ്രന്റുകൾ നന്നായിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഒരു ഓർഡറിൽ പറഞ്ഞോളൂ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറയരുത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ പറയണം. അപ്പോ 1ാമത്തെ ക്വാഡ്രന്റ്, 2ാമത്തെ ക്വാഡ്രന്റ്, 3ാമത്തെ ക്വാഡ്രന്റ്, 4ാമത്തെ ക്വാഡ്രന്റ്. ശരി, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. 1ാമത്തെ ക്വാഡ്രന്റിനെ സംബന്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കണേ. 1ാമത്തെ ക്വാഡ്രന്റിനെ സംബന്ധിച്ച് ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഓൾ പോസിറ്റീവ് എന്ന് പറയാം. അപ്പോ ഈ പറയുന്ന 1ാമത്തെ ക്വാഡ്രന്റിൽ സൈൻ ആകട്ടെ, കോസ് ആകട്ടെ, ടാൻ ആകട്ടെ, സീക്ക് ആകട്ടെ, കൊസീക്ക് ആവട്ടെ, കോട്ട് ആകട്ടെ, എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോ നന്നായിട്ട് മനസ്സിലാക്കണം, 1ാമത്തെ ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ ഒന്നും കൂടെ, 1ാമത്തെ ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. 1ാമത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുതൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിന് ഈ ഒരു പൊസിഷന് നമ്മൾ 0 ഡിഗ്രി എന്നാ പറയുന്നത്. 0 ഡിഗ്രി മുതൽ ഇത് എത്ര ഡിഗ്രി ആയി, 90 ഡിഗ്രി വരെയുള്ള. അപ്പൊ ഒന്നും കൂടെ എങ്ങനെ പറയുമ്പോൾ 0 മുതൽ 90 വരെയുള്ളത്, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള ആ ഒരു പോർഷനെ പറയുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ, 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ, ഇത്രയുമാണ് എന്ത്, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും എന്താണ്, പോസിറ്റീവ് ആണ്. ഓൾ പോസിറ്റീവ്. ഉറപ്പിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലെ, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 0 മുതൽ 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ, 180 ഡിഗ്രി വരെ ഉള്ളത്. അപ്പൊ ഒന്ന് എങ്ങനെയാണ്, 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയുള്ള ആ ഒരു പോർഷനെ നമ്മൾ പറയുന്നതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ അല്ലേ? ഈ സെക്കൻഡ് ക്വാഡ്രന്റില് സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്കും മാത്രമേ എന്തായിട്ടുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്, സൈനിന്റെ റെസിപ്രോക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രമാണ് എന്തായിട്ട് വരിക, പോസിറ്റീവ് ആയിട്ട് വരിക. ബാക്കിയെല്ലാം എന്താണ്, നെഗറ്റീവ് ആണ്.
അപ്പോ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ്. 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയുള്ള ആ ഒരു റീജിയനിലെ സൈനിന്റെ റെസിപ്രോക്കൽ 1/sin ആണ് എന്ത് കൊസീക്. സൈനും സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രം എന്തായിരിക്കും പോസിറ്റീവ്. ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. ടാൻ നെഗറ്റീവ്, കോട്ട് നെഗറ്റീവ്, കോസ് നെഗറ്റീവ്, സീക്ക് നെഗറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. ആര് മാത്രം പോസിറ്റീവ്? സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രമായിരിക്കും എന്ത് പോസിറ്റീവ്. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റിലേക്ക് വരാം. തേർഡ് ക്വാഡ്രന്റ് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞോണെങ്കിൽ 0 മുതൽ 90, 90 മുതൽ 180, അടുത്ത് 180 മുതൽ ഒരു 90 കൂടെ ആകുമ്പോൾ 270 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ അല്ല 90 വെച്ചാൽ കൂടെ അല്ലേ ഇത്രയും 90, അടുത്ത 90, 180, 180, 90 കൂടെ ചേരുമ്പോൾ എന്താവും? അടുത്ത 270 ഡിഗ്രി. അപ്പോ തേർഡ് ക്വാഡ്രന്റ് ഏത് മുതൽ ഏത് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? 180 ഡിഗ്രി മുതൽ 270 വരെ അല്ലെ. 180 ഡിഗ്രി മുതൽ 270 ഡിഗ്രി വരെയുള്ള ഈ ഒരു റീജിയൻ ആണ് എന്ത് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കണം, തേർഡ് ക്വാഡ്രന്റിൽ ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട് മാത്രമേ എന്തായിട്ടുള്ളൂ? പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, തേർഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ്? ടാനിന്റെ റെസിപ്രോക്കലായ ടാനിനെ തിരിച്ചിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കോട്ട് കിട്ടുന്നത്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിനെ സംബന്ധിച്ച് ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട് മാത്രം പോസിറ്റീവ്. ബാക്കി എല്ലാം നെഗറ്റീവ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ്, കോസ് നെഗറ്റീവ്, സീക്ക് നെഗറ്റീവ്, കൊസീക്ക് നെഗറ്റീവ്, എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ആര് മാത്രം പോസിറ്റീവ്? ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട് മാത്രമായിരിക്കും എന്ത് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ 270 മുതൽ ഇവിടെ 0 ഡിഗ്രി എന്നൊക്കെ എഴുതി വെച്ചു. ഒന്നും കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോ എത്ര ഡിഗ്രി വരെ ആവും? അത് 360 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് പറയാം 270 മുതൽ 360 ഡിഗ്രി വരെയുള്ള, അപ്പൊ ഒന്നും കൂടെ 270 മുതൽ 360 ഡിഗ്രി വരെയുള്ള ആ ഒരു റീജിയൻ ആണ് എന്ത് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ 270 മുതൽ 360 ചുരുക്കി പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ് ഇതാണ് എന്ത് ഫോർത്ത് ക്വാഡ്രന്റ്. മനസ്സിലാക്കണം. ഇനി നമ്മുടെ ഈ കൂട്ടത്തിൽ സൈൻ പറഞ്ഞു, ടാൻ പറഞ്ഞു, അതേതാ കോസിന്റെ റെസിപ്രോക്കലായ സീക്ക് മാത്രം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ കോസിന്റെ റെസിപ്രോക്കലായ കോസിന്റെ റെസിപ്രോക്കലായ സീക്ക് മാത്രം പോസിറ്റീവ്. ബാക്കി എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോ വ്യക്തമല്ലേ? അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഓർത്ത് വരാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ എല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ അവിടെ ആര് മാത്രമാണ് പോസിറ്റീവ്? സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെയാ? 180 മുതൽ 270 ഡിഗ്രി വരെയുള്ള ആ ഒരു പോർഷനെ പറയുന്നതാണ് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ്? ടാനിന്റെ റെസിപ്രോക്കലായ കോട്ട് മാത്രമാണ് പോസിറ്റീവ്. ബാക്കി എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ആ റീജിയൻ പറഞ്ഞേ 270 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ അല്ലെ. 270 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയുള്ള ആ ഒരു റീജിയനെ പറയുന്നതാണ് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസിന്റെ റെസിപ്രോക്കലായ സീക്ക് മാത്രം പോസിറ്റീവ്. ബാക്കി എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ ഇത് വളരെ ബേസിക് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും. എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1-2 ബേസിക് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. ബേസിക് കാര്യം വേറെ ഒന്നുമില്ല. ഇനി അങ്ങ് അറ്റവരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ അത് -sin x ആണ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? ഈ ആംഗിൾ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഓഫ് മൈനസ് സംതിങ് അല്ലെ, ഒരു x ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം സൈൻ -x ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് -sin x ആണ്. ഇനി കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ അത് വെറും കോസ് x ആണ്. അപ്പോ ഈ രണ്ട് ഡിഫറൻസ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ. സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ അത് -sin x ആണ്. അതേപോലെ
കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് വെറും, അവിടെ നെഗറ്റീവ് വരുന്നില്ല അല്ലെ, വെറും കോസ് എക്സ് ആണ്, വെറും കോസ് എക്സ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പറയാം ടാനിന്റെ കാര്യം പറയുമ്പോൾ ടാൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ എക്സ് ആണ്, കാരണം എന്താണ്, ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ബൈ കോസ് അല്ലേ, സൈൻ അല്ലേ. അപ്പൊ സൈൻ മൈനസ് എക്സ് ഡിവൈഡ് ബൈ കോസ് മൈനസ് എക്സ് ആണ് ടാൻ മൈനസ് എക്സ്. അതായത് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് മൈനസ് ടാൻ എക്സ് ആയിരിക്കും. അപ്പോ സൈൻ ഇല്ലാതെ വരുന്നത് ആർക്ക് മാത്രമാണ്, ഈ കോസിന് മാത്രമാണ് അല്ലെ, കോസിന് മാത്രം. അങ്ങനെ കണക്ട് ചെയ്ത് പറയുക. അപ്പൊ സൈൻ ഓഫ് മൈനസ് എക്സും മൈനസ് സൈൻ എക്സ് തന്നെയാണ്, ടാൻ ഓഫ് മൈനസ് എക്സും എന്ത് തന്നെയാണ്, മൈനസ് ടാൻ എക്സ് ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് വെറും കോസ് എക്സ് ആണ്. ഇനി ഇതിന്റെ റെസിപ്രോക്കൽസിലും സെയിം തന്നെയാണ്. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ, കൊസീക് അല്ലേ. അപ്പൊ കൊസീക് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് കൊസീക് എക്സ് എന്നായിരിക്കും. ഇനി കോസിന്റെ റെസിപ്രോക്കലായ സീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് വെറും സീക്ക് എക്സ് ആയിരിക്കും, ഇനി കോട്ട് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് കോട്ട് എക്സ് ആയിരിക്കും. അപ്പോ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ട കാര്യങ്ങൾ ഏത്, ഈ പറഞ്ഞ കോസിന്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാത്തിലും സൈൻ വരും, ബാക്കി എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് ചേർത്തായിരിക്കും പറയുക. അപ്പൊ അത് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്, കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വെറും കോസ് എക്സ് ആണ്. ഇനി ടാൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് ടാൻ എക്സ് ആണ്. കൊസീക് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് കൊസീക് എക്സ് ആണ്. ഇനി സീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് വെറും സീക്ക് എക്സ് ആണ്. ഇനി കോട്ട് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് കോട്ട് എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ സ്ട്രോങ് അല്ലേ, ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അറിയണം. ഇതിനകത്ത് ചില കോഡുകളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ASTC എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെ ASTC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈനും അതിന്റെ റെസിപ്രോക്കലായ കൊസീക്കും, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ടാനും അതിന്റെ റെസിപ്രോക്കലായ കോട്ട്, തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എന്താണ്, കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും. അങ്ങനെ നമ്മൾ ഈ ചില നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെയുള്ള അധ്യാപകർക്ക് ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ASTC എന്നൊക്കെ പറഞ്ഞ ഒരു കോഡ് രൂപത്തിലൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, ദെൻ സൈൻ, ദെൻ ടാൻ, ദെൻ കോസ്, പിന്നെ അതിന്റെ റെസിപ്രോക്കൽസ് നമ്മൾ പറയണം. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്തൊക്കെ പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ റേഞ്ച് മാറിപ്പോകരുത്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 0 മുതൽ 90 ഡിഗ്രി വരെ എന്നുള്ള കാര്യവും, പിന്നെ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90 മുതൽ 180 വരെയാണ് എന്നുള്ള കാര്യവും, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 180 മുതൽ 270 വരെയാണെന്നുള്ള കാര്യം, ഇനി ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 270 മുതൽ 360 വരെയുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 300 ഡിഗ്രി. ഓക്കെ, അത്യാവശ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഏതാണ് ബേസിക് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, 0 ഡിഗ്രി നമുക്കറിയാം, 30 ഡിഗ്രി നമ്മൾ ടേബിളൊക്കെ വരച്ച് നമ്മൾ പഠിച്ചതാണ്, 60 ഡിഗ്രി അറിയാം, 45 ഡിഗ്രി അറിയാം, 90 ഡിഗ്രി അറിയാം. ഇനി 90യെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾസ് നമ്മുടെ ക്വസ്റ്റിനകത്ത് വരികയാണെങ്കിൽ 90യെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് വരുന്ന ആംഗിൾസ് 300, 780 ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ ആംഗിൾസ് ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാനായിട്ട് പോകും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, സൈൻ 300 ഡിഗ്രിയുടെ വാല്യൂ എത്രയെന്നാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, വലിയൊരു ആംഗിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്, തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പൊ 90യുടെ മൾട്ടിപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ 90, 270, then ഏതാ ഈ പറയുന്ന 360, പിന്നെ എന്താ 540, ഇനി 630, 720 ഇങ്ങനെ വരുന്നതാണ് 90യുടെ മൾട്ടിപ്പിൾസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഓക്കെ ആണേ? അപ്പൊ ഒന്നും കൂടെ തന്നിട്ടുള്ള വലിയ ആംഗിളിന് തൊട്ടു മുന്നേ വരണ 90യുടെ മൾട്ടിപ്പിൾ നമ്മുടെ മനസ്സിൽ വരണം. 90യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ, തന്നിട്ടുള്ള ആംഗിളിന് തൊട്ട് മുന്നേ വരണ
90യുടെ മൾട്ടിപ്പിൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ഈ 300ന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രി. 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90യുടെ എങ്ങനെ പറയാം? 90 into 3 അല്ലേ? 90 into 3 ആണെന്ത്? 270 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ 90 into 3 ആണ് 270. അപ്പൊ ഒന്നും കൂടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? തന്നിട്ടുള്ള വലിയ ആംഗിളിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നമ്മളെ മനസ്സിൽ കൊണ്ടുവരണം. ഇവിടെ 300ന് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രി. 270 എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? 90 into 3 അല്ലെങ്കിൽ 3 into 90 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നമ്മുടെ ക്വസ്റ്റിനെ ഇങ്ങനെ മാറ്റി എഴുതി. സൈൻ 300 എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ എഴുതും 3 into 90 ഡിഗ്രി. അപ്പോഴെത്രയായി? 270 ഡിഗ്രി ആയല്ലോ. പ്ലസ് ഇനി 270 ആയി കഴിഞ്ഞാൽ 300 ആവണമെങ്കിൽ എത്ര ഡിഗ്രിയുടെ വേണം? 30 ഡിഗ്രിയുടെ അല്ലേ? പ്ലസ് 30 ഡിഗ്രി എന്ന് പറയാം. പ്ലസ് 30 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ തന്നിട്ടുള്ള ആംഗിളിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. 300നെ എങ്ങനെ പറഞ്ഞു എഴുതി? 3 into 90 plus 30 ഡിഗ്രി. 3 into 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? തന്നിട്ടുള്ള ആംഗിളിന് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ ആയിട്ട് പറയുന്നത് ദാറ്റ് ഇസ് 3 into 90 ദാറ്റ് ഇസ് 270. അതിന്റെ കൂടെ ഒരു 30 കൂടെ കൂട്ടുമ്പോൾ 30 ഡിഗ്രിയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? സെറ്റ് ആയിട്ട് 300 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ഒന്നും കൂടെ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. ശരി. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 into 90 അത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഇനി 3 അല്ലെ? 1, 3, 5 ഇതൊക്കെ ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇനി 3 into 90 വന്നാൽ അതെന്താണ്? ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഇനി 5 into 90 വന്നാൽ അത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. 7 into 90 വന്നു കഴിഞ്ഞാൽ അത് ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ, അപ്പൊ നമുക്ക് വന്നത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ, 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും. തന്നിട്ടുള്ള സൈൻ ആണെങ്കിൽ അത് കോസ് ആയിട്ട് മാറും. കോസ് ആണെങ്കിൽ അതങ്ങ് സൈൻ ആയിട്ട് മാറും. അപ്പൊ ഒന്നും കൂടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ? സൈന് കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും. സൈന് കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും. ഇനി ടാൻ ആണെങ്കിൽ അത് കോട്ടാവും. കോട്ടാണെങ്കിൽ എന്തായിട്ട് മാറ്റി എഴുതണം? ടാൻ ആയിട്ട് മാറ്റി എഴുതണം. അപ്പൊ ഒന്നും കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ആണ് അവിടെ കിടക്കുന്നെങ്കിൽ നേരെ കോസ് ആക്കി എഴുതണം. ഇനി കോസ് ആണ് അവിടെ കിടക്കുന്നെങ്കിൽ ക്വസ്റ്റ്യനിലുള്ളെങ്കിൽ അതിന് സൈൻ ആക്കി എഴുതണം. ഇനി ടാൻ ആണ് ക്വസ്റ്റ്യനിലുള്ളെങ്കിൽ അതിന് കോട്ടാക്കണം. കോട്ടാണെങ്കിൽ നമ്മൾ എന്താക്കണം? ടാൻ ആക്കി എഴുതണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, കൊസീക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ സീക്കാക്കും. സീക്കാണെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ട് മാറ്റും? കൊസീക്കായിട്ട് മാറ്റും. അപ്പോ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കൺവേർഷൻ ചെയ്യണം. സൈന് കോസ് ആണെങ്കിൽ സൈൻ ആക്കണം. ഇനി ടാൻ ആണെങ്കിൽ കോട്ടാക്കണം, കോട്ടാണെങ്കിൽ ടാൻ ആക്കണം. സീക്ക് ആണെങ്കിൽ കൊസീക്ക് ആണെങ്കിൽ എന്താക്കണം? സീക്ക് ആക്കണം. ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ശരി. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ സൈൻ എന്നുള്ളത് എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. കോസ്. ഇനി കോസ് എഴുതിയതിനു ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെക്കരുത്. ഇനി എന്ത് മാത്രം എഴുതിയാൽ മതി? ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഈ 30 ഡിഗ്രി മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ കോസ് 30 ഡിഗ്രി എന്ന് പറയും നമ്മൾ എഴുതി. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു വരുന്നു. തന്നിട്ടുള്ള ആംഗിളിനെ തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നത്. അത് 270 ആണ്. 270 ഞാൻ 3 into 90 എന്ന് പറഞ്ഞു എഴുതി. പ്ലസ് എന്താണ്? ഒരു 30 ഡിഗ്രി കൂടെ കാണും അല്ലെ? 300 ആണെങ്കിൽ 30 ഡിഗ്രി കൂടെ കാണുമല്ലോ. ഇവിടെ വരുന്ന ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. കോസ് ആക്കി. ഓക്കെ ആണേ. ഇനി എന്ത് ചെയ്യണം? ഈ 30 ഡിഗ്രി അതേപോലെ എഴുതിച്ചു കോസ് 30 ഡിഗ്രി. അവസാനം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് നമുക്കറിയാം. ഈ കോസ് 30 ഡിഗ്രി എന്ന് പറയാം. വാല്യൂ പറ. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പറയണ്ടോ? കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് √3/2 എന്നാണ്. √3/2 നമുക്ക് √3/2 എന്ന് പറഞ്ഞു കിട്ടി. √3/2 എന്ന് പറഞ്ഞു കിട്ടി. ശരി. ഇവിടെ നിന്നോട്ടെ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ വാല്യൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ വാല്യൂ
ഏത് ക്വാഡ്രന്റ് ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഒന്നും കൂടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾ വാല്യൂ ഏത് ക്വാഡ്രന്റ് ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഏത് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 × 90 + 30 എന്നല്ലേ. 3 × 90 അതായത് ഒരു 3 90 കഴിഞ്ഞു അല്ലെ. ഇവിടെ ഒരു 90, 2 90, 3 90. അപ്പൊ ഒന്നും കൂടെ ഇത്രയായപ്പോ ഒരു 90 ഡിഗ്രി ആയി, ഇത്രയായപ്പോ അടുത്ത 90 ഡിഗ്രി ആയി, ഇത്രയായപ്പോ 3 90 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ 3 × 90 ഡിഗ്രി പ്ലസ് സംതിങ് അല്ലെ, പ്ലസ് 30 എന്നല്ലേ. 3 × 90 ഡിഗ്രി പ്ലസ് 30 എന്നല്ലേ. അപ്പൊ 3 90 കഴിഞ്ഞ് പ്ലസ് ചെയ്ത് വരണം പറഞ്ഞെങ്കിൽ അത് എവിടെ ചാടും? അത് ഈ പറയുന്ന സാധനം ഏത് ക്വാഡ്രന്റിലാണ്? അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത്, ഇനി ഇവിടെ കോസ് അല്ല നോക്കേണ്ടത്, ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ. ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ. അപ്പൊ 300 ഡിഗ്രി അല്ലെ. 300 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 90 കഴിഞ്ഞല്ലേ. ഒരു 90, 2 90, 3 90 പ്ലസ് സംതിങ് എന്ന് പറയുമ്പോൾ എവിടെ ചാടും? ഈ പറഞ്ഞ ഫോർത്ത് ക്വാഡ്രന്റിൽ ചാടും. ഫോർത്ത് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ അല്ലേ. ഫോർത്തിൽ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർത്തിൽ സൈൻ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ പറയുമ്പോ, ഫൈനൽ ആൻസർ പറയുമ്പോ, ആൻസർ എന്ന് പറഞ്ഞാൽ -√3/2 എന്നാണ്. -√3/2. -√3/2. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ. ഇത് പറഞ്ഞ് ഒന്ന് ഫലിപ്പിക്കാൻ, പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ഇത്രയും സമയം എടുക്കും. സംഭവം നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയും, ഒരു പ്രാവശ്യം കൂടെ പറയും, വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാൻ വേണം. ശരി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 300 എന്നാണ്. സൈൻ 300. അപ്പൊ വെരി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, തന്നിട്ടുള്ള ആംഗിളിന് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. 300ന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 270 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ ആ 270 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 90 ഡിഗ്രി എന്ന് പറയാം. 3 × 90 ഡിഗ്രി 270 ആയി. ഇനി ഒരു 30 ഡിഗ്രി കൂടെ ആവുമ്പോഴല്ലേ 300 ആവുള്ളൂ. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 90യുടെ ഒരു ഓഡ് മൾട്ടിപ്പിൾ, 90യുടെ മൾട്ടിപ്പിൾ ഓഡ് നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ 90യുടെ ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോസ് എന്ന് എഴുതും. ഈ 30 അങ്ങ് എഴുതി കൊടുത്തു. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് √3/2 ആണ്. √3/2. ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ആണ് അല്ലെ. സൈൻ ഇത് ഏത് ക്വാഡ്രന്റിൽ വരും നോക്കണം. 3 × 90 അല്ലെ. 3 90, 1 2 3 90 ആയി പ്ലസ് സംതിങ് എന്ന് വരുമ്പോൾ അത് എവിടെ വരും? അത് ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ ആൻസർ -√3/2 എന്ന് പറയാം. -√3/2 എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 150 ഡിഗ്രി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 150 ഡിഗ്രി. ശരി. വെരി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യന് അല്ലെ 150 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 90 തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോ തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ, തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ, അതായത് 150 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 90 തന്നെയാണ്. അതായത് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. കോസ് 1 × 90 ഡിഗ്രി അല്ലെ. വെറും 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 × 90 ഡിഗ്രി പ്ലസ് 90യോട് എത്ര കൂട്ടുമ്പോഴാണ് 150 കിട്ടുന്നത്? 60 ഡിഗ്രി. ഓക്കെ അല്ലേ. അപ്പൊ കോസ് 1 × 90 ഡിഗ്രി അല്ലെങ്കിൽ 90 പ്ലസ് നമുക്ക് എന്തെന്ന് പറയാം? 60 എന്ന് പറയാം. ഓഡ് മൾട്ടിപ്പിൾ ആണോ? 1 എന്ന് പറഞ്ഞാൽ ഓടല്ലേ. ഓഡ് ആണെങ്കിൽ കോസ് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. സൈൻ ആയിരുന്നെങ്കിൽ കോസ് ആവും. കോസ് എന്താകും? സൈൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് സൈൻ എന്തായിട്ട് മാറ്റിയിടാം? സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് √3/2 എന്നാണ്. √3/2 എന്നാണ്. കഴിഞ്ഞില്ല. ലാസ്റ്റ് നമ്മൾ നോക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കോസ് എന്നാണ്. കോസ് അല്ലെ. കോസ് 150 അല്ലെ. കോസ് 150 എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിൽ വരും? ഒരു 90 കഴിഞ്ഞതിന് ശേഷം പ്ലസ് സംതിങ് അല്ലെ. 1 അല്ലെ. 1 × 90 പ്ലസ് 16 അല്ലേ. അതായത് ഒരു 90 കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്ത്. അതായത് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ കോസ് ആണ്. നമ്മുടെ ഇത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. പലരും ഈ ഇവിടെ സൈൻ കണ്ടിട്ട് അയ്യോ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ സൈൻ പോസിറ്റീവ് ആയിട്ട് വരും. ഇല്ല. നമ്മൾ നോക്കേണ്ടത് സൈൻ നോക്കേണ്ടത് ഏത് സൈനാണ് ഇടേണ്ടത് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലാണ് നോക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ് അല്ലേ.
ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? -1/√2 എന്ന് തന്നെയാണ്. -1/√2. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 495 ഡിഗ്രി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 495 ഡിഗ്രി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 495 ഡിഗ്രി. ശരി, അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ടു മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ. 90യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 90, 180, 270, 360, 450. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 450 ആണ്. 450 അല്ലേ? 450. അപ്പൊ ഈ 450 നമുക്ക് എന്തെന്ന് പറയാം? 5 into 90 അല്ലേ 450 എന്ന് പറഞ്ഞാൽ. അപ്പൊ സൈൻ 5 into 90 ഡിഗ്രി പ്ലസ് 450ന്റെ കൂടെ എത്രയോ ആഡ് ചെയ്യുമ്പോഴാണ് 495 കിട്ടുന്നത്. 450യുടെ കൂടെ ഒരു 45 ഡിഗ്രി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 495 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കും. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ അല്ലേ 5 അല്ലേ? ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ മാറി എന്തായിട്ട് മാറും? കോസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം കോസ് 45 ഡിഗ്രി എന്ന് പറയാം. കോസ് 45 ഡിഗ്രി ഓർമ്മയുണ്ടോ? കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 1/√2 ആണ്. 1/√2 ആണ്. 1/√2. ലാസ്റ്റ് കഴിഞ്ഞില്ല. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏത് ക്വാഡ്രന്റ് ആണ് എന്ന് നോക്കണം. ഏത് ക്വാഡ്രന്റ്? അപ്പൊ നമ്മളത് സൈൻ 450 ആണ്, അല്ല 495 ഡിഗ്രി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ 495 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 5 into 90 plus 45 എന്നല്ലേ? 5 പ്രാവശ്യം 90 ഡിഗ്രി അല്ലെ? നോക്കി നോക്ക്. ഇത്രയായപ്പോ ഒരു പ്രാവശ്യം 90 ഡിഗ്രി, ഇത്രയായപ്പോ 2 പ്രാവശ്യം 2 90 ആയി, ഇത്രയായപ്പോ 3 90, ഇത്രയായപ്പോ 4 90, ഇത്രയായപ്പോ 5 90. ഓക്കെ ആണോ? 5 90 പ്ലസ് സംതിങ് എന്നല്ലേ എവിടെ വന്നു? അത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റ്. അത് കണ്ടുപിടിച്ച് മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞാമേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ 5 into 90 പ്ലസ് സംതിങ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ 5 90 കഴിയണം അല്ലെ? 5 90. അപ്പോ ഇത്രയാവുമ്പോ ഒരു 90 ആയി, അടുത്ത് 2 90 ആയി, 3 90 ആയി, 4 90 ആയി, 5 90 ആയി. 5 into 90 പ്ലസ് സംതിങ് അല്ലേ? പ്ലസ് സംതിങ് പ്ലസ് 45 എന്നുള്ള വരും. അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ചിലപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അവിടെ സൈൻ മാറ്റണം അല്ലെ? നെഗറ്റീവ് നോക്കണ്ട, പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ ആൻസർ 1/√2 എന്നാണ്. 1/√2 എന്നാണ്. 1/√2 എന്നാണ്. വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമായ. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ? സൈൻ എന്നുള്ളത് കോസായി 45. ഇനി എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണ് ഈ കോസ് വെച്ച് നമ്മൾ ക്വാഡ്രന്റ്. അങ്ങനെയല്ല, ക്വാഡ്രന്റ് പറയേണ്ടത് അവിടെ വെച്ചല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചാണ് ക്വാഡ്രന്റ് പറയേണ്ടത്. അപ്പോ സൈൻ 495 ഡിഗ്രിയാണ്. 495 ഡിഗ്രിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 495 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ ആണ്. സൈൻ ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? 1/√2 തന്നെയാണ്. 1/√2 തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഞാനൊരു 4 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടേ. 1 2 3 4 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൊസീക് 120 ഡിഗ്രി എന്നാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൊസീക് 120 ഡിഗ്രി. ശരി, അപ്പൊ കൊസീക് 120 ഡിഗ്രിയുടെ വാല്യൂ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാം ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇതിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെ പറയും കൊസീക് 1 into 90 1 into 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് പറയാം. പ്ലസ് 30 ഡിഗ്രി അല്ലെ? ഒരു ഓഡ് മൾട്ടിപ്പിൾ അല്ലെ? 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കൊസീക് എന്തായിട്ട് മാറും? കൊസീക് എന്ന് പറയുന്നത് സീക്ക് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം സീക്ക് 30 ഡിഗ്രി എന്ന് പറയാം. സീക്ക് 30 ഡിഗ്രി. സീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്? സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പൊ കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 ആണെങ്കിൽ സീക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2/√3 എന്നായിരിക്കും. 2/√3. ഇനി നമ്മൾ ഇത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം അല്ലെ? കൊസീക്ക് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 പ്ലസ് സംതിങ് അല്ലേ? ഒരു 90, അതായത് ഏത് ക്വാഡ്രന്റിലാണ്? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊസീക്ക് എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഉറപ്പിച്ചു, അത് 2/√3 ആയിരിക്കും. 2/√3 ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. കോട്ട് 690 ഡിഗ്രി എത്രയാണ്? കോട്ട് 690 ഡിഗ്രി എത്രയാണ്?
ശരി, കോട്ട് 690 ഡിഗ്രി എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ അല്ലെ 690 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. 90യുടെ മൾട്ടിപ്പിൾ അതേതാണ്? 690ക്ക് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് 630 ഡിഗ്രി ആണ് അല്ലെ. 630 ഡിഗ്രി അല്ലെ 630 ഡിഗ്രി അത് എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ട് അല്ലെ. 7 into 9 ആണ് എന്ത്? 630 എന്ന് പറയും. 90 ആണ് 630 എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം കോട്ട് ഞാൻ എഴുതി 630 ഡിഗ്രി, അതായത് 7 into 90 ഡിഗ്രി പ്ലസ് എന്താണ് 7 into 90 ഡിഗ്രി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 630 ഡിഗ്രി എന്ന് പറയും. 630യും ഒരു 60 ഡിഗ്രിയും കൂടെ ആകുമ്പോഴാണ് 90 ഡിഗ്രി ആവുന്നത് അല്ലെ. പ്ലസ് 60 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. അപ്പൊ 690 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ വരുന്ന 690 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് 630 ഡിഗ്രിയാണ്. 630 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 7 into 90 ഡിഗ്രി പ്ലസ് ഇനി 630യോടെ ഇനി എത്ര കൂടെ വേണം? ഒരു 60 ഡിഗ്രി കൂടെ വേണം. അത് എങ്കിലേ എന്താവുള്ളൂ? 690 ഡിഗ്രി ആകത്തുള്ളൂ അല്ലെ. ശരി, പറ. അപ്പൊ ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണ് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോട്ട് എന്തായിട്ട് മാറും? കോട്ട് ടാൻ ആയിട്ട് മാറും. കോട്ട് ടാൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം ടാൻ 60 ഡിഗ്രി എന്ന് പറയാം. ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ ആൻസർ √3 ആണ്. ടാൻ 60 ഡിഗ്രി എന്ന് പറയുന്നത് √3. കഴിഞ്ഞില്ല, ക്വാഡ്രന്റ് നോക്കണം. 790 അല്ലെ. 7 into 90 പ്ലസ് 60 എന്നല്ലേ. അപ്പൊ 1 90, 2 90, 3 90, 4 90, 5 90, 6 90, 7 90 ഇതുവരെ. അപ്പൊ 7 അല്ലെ 7 90 ഡിഗ്രി ആയി. പ്ലസ് സംതിങ് എവിടെ വരും? അത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലെ. കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ഫോർത്ത് അല്ലെ. മനസ്സിലായത്? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കണേ. 7 into 90 ഡിഗ്രി അല്ലെ. 1 90 ഡിഗ്രി, 2 90 ഡിഗ്രി, 3 90 ഡിഗ്രി, 4 90 ഡിഗ്രി, 5 90 ഡിഗ്രി, 6 90 ഡിഗ്രി, 7 90 ഡിഗ്രി അല്ലെ. 790 അല്ലെ. 7 into 90 ഡിഗ്രി പ്ലസ് സംതിങ് എവിടെ ചാടി? അത് ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് മാറി. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസും സീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. നമ്മുടെ കോട്ട് അവിടെ നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു നമ്മുടെ ആൻസർ -√3 എന്ന് പറയാം. -√3 എന്ന് പറയാം. പക്കയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സീക്ക് 510 ഡിഗ്രി. അപ്പൊ നമ്മൾ സീക്ക് എഴുതി 510ന് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് 450 ആണ് അല്ലെ. 450 അല്ലെ. ശരി, അപ്പൊ നമുക്ക് പറയാം ഈ പറയുന്ന 510ന് തൊട്ട് മുമ്പേ പറഞ്ഞ പറഞ്ഞാൽ 450 ആണ് അല്ലെ. 450 അല്ലെ. അതെന്താണ്? 5 into 90 ഡിഗ്രി ആണ് 450. 5 into 90 ഡിഗ്രി പ്ലസ് 450ന്റെ കൂടെ ഒരു 60 ഡിഗ്രി കൂടെ വേണം. 60 ഡിഗ്രി കൂടെ ആകുമ്പോഴേ എന്താവത്തുള്ളൂ? അത് 510 ഡിഗ്രി ആവത്തുള്ളൂ. ഓഡ് മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സീക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? കൊസീക്ക് ആയിട്ട് മാറും. നമുക്ക് പറയാം വിച്ച് ഈസ് കൊസീക്ക് 60 ഡിഗ്രി എന്ന് പറയാം. കൊസീക്ക് 60 ഡിഗ്രി. കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? സൈനിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. സൈനിന്റെ റെസിപ്രോക്കൽ അല്ലെ കൊസീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോ സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2 ആണ്. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2/√3 കഴിഞ്ഞില്ല. നമ്മൾ ഇനി എന്താ സിമ്പൽ നോക്കണം അല്ലെ. ഏത് സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കണം. എവിടെയാ? ക്വാഡ്രന്റ് നോക്കണം അല്ലെ. സീക്ക് 510 എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം 90 ഡിഗ്രി പറഞ്ഞിട്ട് പ്ലസ് സംതിങ് അല്ലെ. 5 പ്രാവശ്യം 90 ഡിഗ്രി 1 2 3 4 പ്രാവശ്യം ആയപ്പോ 90 ഡിഗ്രി. 5 പ്രാവശ്യം 90 ഡിഗ്രി പ്ലസ് സംതിങ് എവിടെ ചാടി? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സീക്ക് നെഗറ്റീവ് ആണ്. അപ്പൊ ഒന്നും കൂടെ 1 90 ഡിഗ്രി, 2 90 ഡിഗ്രി, 3 90 ഡിഗ്രി, 4 90 ഡിഗ്രി, 5 90 ഡിഗ്രി പ്ലസ് സംതിങ് അതെവിടെ വന്നു? അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നു. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സീക്കൊക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ -2/√3 എന്ന് പറയാം. -2/√3 എന്ന് പറയാം. പക്ക. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട് 135 ഡിഗ്രി എത്രയാണ്? കോട്ട് 135 ഡിഗ്രി എത്രയാണ്? ശരി, ഞാൻ കോട്ട് എഴുതി. തൊട്ട് മുന്നേയുള്ള 135ക്ക് തൊട്ട് മുന്നേയുള്ള 90യുടെ മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് 90 ഇറ്റ്സെൽഫ് അല്ലെ. 90 തന്നെയല്ലേ. 90 എന്ന് പറഞ്ഞാൽ 1 into 90 ഡിഗ്രി പ്ലസ് 90യുടെ എത്രയാകുമ്പോഴ 45 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി ആകുമ്പോഴാണ് എന്താവുന്നത്? 135 ഡിഗ്രി ആകുന്നത്. അപ്പോ 1 into 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രിയാണ്. 1 into 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രിയാണ് 135 ഡിഗ്രി എന്ന് പറയുന്നത്. ശരി, പറഞ്ഞു വരാം. ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണ്. കോട്ട് എന്തായിട്ട് മാറും? കോട്ട് ടാൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്?
tan 45 ഡിഗ്രി എന്നായി. tan 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 ആണ്. tan 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. ശരി, ഇനി നമുക്ക് പറഞ്ഞു വരാം. നമ്മൾ ക്വാഡ്രന്റ് നോക്കണം അല്ലെ. കോട്ട് 135 ഡിഗ്രി അല്ലേ, അതായത് 190 പ്ലസ് 45, 190 ആയി പ്ലസ് 45 എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോട്ട് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി -1 എന്ന് പറയാൻ കിട്ടി. -1 എന്ന് പറയാൻ കിട്ടി. അപ്പോ നമ്മൾ കുറെ അധികം ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തലയിൽ കയറി എന്നാണ് എന്റെ ഒരു വിശ്വാസം. കുഴപ്പമില്ലല്ലോ, നല്ല സെറ്റല്ലേ. അപ്പൊ ഞാൻ ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറഞ്ഞ 135 ഡിഗ്രി ഒക്കെ നമ്മൾ കോട്ട് 90 പ്ലസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമുലകളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അത്യാവശ്യം കോമൺ ആയിട്ട് ഏത് കിട്ടിയാലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കണമെങ്കിൽ ഓരോന്നിനും ഓരോ ഫോർമുല ഉണ്ട്. 190 പ്ലസ് തീറ്റയ്ക്കും 190 മൈനസ് തീറ്റ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ഫോർമുലകളുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ സെറ്റായിട്ട് ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് സെറ്റായിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് മാത്രമാണ്? ഓഡ് മൾട്ടിപ്പിൾസിനെ പറ്റി മാത്രമാണ് അല്ലെ. ഓഡ് മൾട്ടിപ്പിൾസ് ആവണമെങ്കിൽ എന്ത് ചെയ്യും? സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും, കൊസീക്ക് സീക്ക് ആവും, സീക്ക് കൊസീക്ക് ആവും. അങ്ങനെ ഒരു കൺവേർഷൻ ചെയ്ത് നമ്മൾ അവസാനം ക്വാഡ്രന്റിലൊക്കെ നോക്കി അതിന്റെ സൈൻ സെറ്റ് ചെയ്ത് നമ്മൾ ആൻസറിലോട്ട് എത്തും. ഈ ഒരു മെത്തേഡാണ്. ഓഡ് മൾട്ടിപ്പിൾസിനെ പറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് ഈവൻ മൾട്ടിപ്പിൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 390 ഡിഗ്രി. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കോസ് 390 ഡിഗ്രി? കോസ് 390 ഡിഗ്രി വാല്യൂ എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. ശരി, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തു വരാം. തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന്റെ തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്താ പറയേണ്ടത്? തന്നിട്ടുള്ള ആംഗിൾ വാല്യൂവിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ, അതായത് 390 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ ഉള്ള 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, കോസ് എഴുതി 4 into 90 ഡിഗ്രി, അതാണ് എന്ത്? 360 ഡിഗ്രി. അപ്പൊ ഒന്നും കൂടെ ഈ 390 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ പറഞ്ഞ 90യുടെ മൾട്ടിപ്പിൾ എന്ന് ചോദിച്ചാൽ അത് 360 ഡിഗ്രിയാണ് അല്ലെ. 360 ഡിഗ്രി അല്ലേ? ആ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4 into 90 ഡിഗ്രിയാണ്. 4 into 90 ഡിഗ്രി, അതായത് 360 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 390 ഡിഗ്രി എന്ന് പറഞ്ഞത് 390 ഡിഗ്രി എന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നേരത്തെ പോലെയാണ്. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സെറ്റപ്പ് തന്നെയാണ്. ഇനി നേരത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. 90യുടെ ഓഡ് മൾട്ടിപ്പിൾസ് അല്ലേ വന്നുകൊണ്ടിരുന്നേ. ഇവിടെ എന്താണ്? ഇതൊരു ഈവൻ മൾട്ടിപ്പിൾ ആണ്. അല്ലെ? അപ്പോ 90യുടെ ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണ്. അപ്പോ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ നോ ചേഞ്ച്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഓഡ് മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ കോസ് ആണെങ്കിൽ സൈൻ ആകും, സൈൻ ആണെങ്കിൽ കോസ് ആകും, ടാൻ ആണെങ്കിൽ കോട്ടാകും, കോട്ടാണെങ്കിൽ ടാൻ ആകും. പക്ഷേ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ് വരുന്നതെങ്കിൽ, 90യുടെ ഈവൻ മൾട്ടിപ്പിൾസ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തില്ല? ചേഞ്ച് ആകുന്നില്ല. ട്രിഗണോമെട്രിക് റേഷ്യോസ് ചേഞ്ച് ആകുന്നില്ല. കോസ് ആയിട്ട് തന്നെ ഇരിക്കും, സൈൻ ആയിട്ട് തന്നെ ഇരിക്കും, ടാൻ ആയിട്ട് തന്നെ ഇരിക്കും, സീക്ക് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് ചേഞ്ച് ആകുന്നില്ല. എന്ത് തന്നെയാണ്? കോസ് 30 ഡിഗ്രി എന്ന് പറയാം. കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് √3/2 എന്നാണ്. √3/2. ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയും ചെയ്യുന്ന തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രന്റ് നോക്കണം അല്ലെ. 4 into 90 ഡിഗ്രി പ്ലസ് 30 എന്നാണ് അല്ലെ. കോസ് 4 into 90 ഡിഗ്രി. 4 into 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 90 ഡിഗ്രി, 2 90 ഡിഗ്രി, 3 90 ഡിഗ്രി, 4 90 ഡിഗ്രി പ്ലസ് സംതിങ് എന്ന് പറയുമ്പോൾ അത് എവിടെ വന്നു? ദാറ്റ് വിൽ ബി ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെ. 4 പ്രാവശ്യം 90 ഡിഗ്രി പറഞ്ഞിട്ട് പ്ലസ് സംതിങ് അത് എവിടെ ചാടും? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് മാറും. അപ്പോ അതെന്തായിട്ട് മാറി? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഓൾ പോസിറ്റീവ് ആണ്. നമുക്ക് പിന്നെ തിരികും നോക്കണ്ട. നമ്മുടെ ആൻസർ അല്ലെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണ്. നമ്മുടെ ആൻസർ ഉറപ്പിച്ചു. √3/2 എന്ന് തന്നെയാണ്. √3/2 എന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. tan 600 ഡിഗ്രി എത്രയാണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 600 ഡിഗ്രി. ശരി, അപ്പൊ പറഞ്ഞു നോക്കാം. tan 600 ഡിഗ്രി ഇതിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ അതേതാണ്? 540 ആണ് അല്ലെ. 540
അപ്പൊ നമുക്ക് പറയാം ടാൻ 540 എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു എത്രയാ, എത്ര ടൈംസ് ആണ്, 6 ടൈംസ് ആണ് അല്ലെ, 6 ഇൻറ്റു 90 ഡിഗ്രി പ്ലസ് അപ്പൊ 540 ആവും, പിന്നെ ഒരു 60 ഡിഗ്രി കൂടെ, 60 ഡിഗ്രി സ്പ്ലിറ്റ് അപ്പ് ഓക്കെയാണ്. ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ട്രിഗണോമെട്രിക് റേഷ്യോ മാറില്ല, നമ്മുടെ എന്ത് തന്നെയാണ് ടാൻ എന്തെന്ന് കിട്ടും, ടാൻ 60 ഡിഗ്രി. ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് √3 ആണ്. ഇനി നമ്മൾ ക്വാഡ്രന്റ് പറയണം, എത്രയാണ്, 6 ടൈംസ് 90 കഴിഞ്ഞ ശേഷം എന്തോ ഒരു സംതിങ് വന്നു അല്ലെ, ഒരു പ്രാവശ്യം 90, 2 പ്രാവശ്യം 90, 3 പ്രാവശ്യം 90, 4 പ്രാവശ്യം 90, 5 പ്രാവശ്യം 90, 6 പ്രാവശ്യം 90 അല്ലെ, 6 പ്രാവശ്യം 90 പ്ലസ് സംതിങ് എവിടെ ചാടി, ദാറ്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ടാൻ എന്ത് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. ഉറപ്പിച്ചു, നമ്മുടെ ആൻസർ √3 ആണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സി 225 ഡിഗ്രി, 225 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ അത് 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സീക്ക് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 90 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി ആണ് അല്ലെ. ഈവൻ മൾട്ടിപ്പിൾ ആണ്, സീക്ക് ചേഞ്ച് ആവൂല, സീക്ക് എങ്ങനെ തന്നെ കാണും, സീക്ക് 45 ഡിഗ്രി. സീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്, അത് കോസിന്റെ റെസിപ്രോക്കലാണ്, 1/cos ആണ് അല്ലെ. കോസിന്റെ റെസിപ്രോക്കൽ cos 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ വരുമ്പോ √2/1, ദാറ്റ് ഈസ് √2 തന്നെയാണ്. ക്വാഡ്രന്റ് പറയാം 225 ഡിഗ്രി അല്ലെ, 2 ഇൻറ്റു 90 ഡിഗ്രി, ഒരു പ്രാവശ്യം 90, 2 പ്രാവശ്യം 90 ഡിഗ്രി പ്ലസ് സംതിങ് അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സീക്ക് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമേ ഉള്ളൂ, ടാനും കോട്ടും മാത്രമേ എന്തായിട്ട് വരത്തുള്ളൂ, പോസിറ്റീവ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ സീക്ക് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും, -√2 എന്നാണ്. -√2. നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, sin 420 ഡിഗ്രിക്ക് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സൈൻ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 90 ആണ്. 4 ഇൻറ്റു 90 ഡിഗ്രി അല്ലെ, 360 ആയി. അതിന്റെ കൂടെ എത്ര ഡിഗ്രി കൂടെ ആഡ് ചെയ്യണം, ഒരു 60 ഡിഗ്രി കൂടെ. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ മാറത്തില്ല, സൈൻ എന്ത് തന്നെയാണ്, സൈൻ ആയിട്ട് തന്നെ നിൽക്കും. ദാറ്റ് ഈസ് സൈൻ 60 ഡിഗ്രി എന്ന് പറയാം. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, ദാറ്റ് ഈസ് √3/2 എന്നാണ്. √3/2. ഇനി നമ്മൾ ക്വാഡ്രന്റ് നോക്കണം. 4 പ്രാവശ്യം 90 ഡിഗ്രി ഇവിടം വരെ വന്നു, പ്ലസ് സംതിങ് അതെവിടെയാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. തിരിഞ്ഞും നോക്കണ്ട, നമ്മുടെ ആൻസർ √3/2 എന്നാണ്. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഈ പാർട്ടിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നല്ല, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കൊസീക് 750 ഡിഗ്രി എന്നാണ്. കൊസീക് 750 ഡിഗ്രി, ഇതിന് തൊട്ട് മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ 720 ഡിഗ്രി ആണ്. 720 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 90. അപ്പൊ നമുക്ക് പറയാം കൊസീക് 8 ഇൻറ്റു 90 ഡിഗ്രി പ്ലസ്, അപ്പൊ 720 ആയി, പിന്നെ ഒരു 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ഈവൻ മൾട്ടിപ്പിൾ ആണ്, കൊസീക്ക് ആയിട്ട് തന്നെ നിൽക്കും. മോഡായിരുന്നെങ്കിൽ അത് സീക്ക് ആകുമായിരുന്നു. അപ്പോ കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയാം. കൊസീക്ക് 30 ഡിഗ്രി. കൊസീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്, സൈനിന്റെ റെസിപ്രോക്കലാണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2/1, ദാറ്റ് ഈസ് 2. കഴിഞ്ഞില്ല, നമ്മൾ എന്ത് ചെയ്യണം, ക്വാഡ്രന്റ് ചെക്ക് ചെയ്യണം അല്ലെ. 8 പ്രാവശ്യം 90 ഡിഗ്രി, 4 പ്രാവശ്യം 90 ഡിഗ്രി, 8 പ്രാവശ്യം 90 ഡിഗ്രി പ്ലസ് സംതിങ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഉറപ്പിച്ചു, നമ്മുടെ ആൻസർ 2 ആയിരിക്കും. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, സെറ്റാണ്. ഇത് നല്ല വ്യക്തവും ശക്തവുമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമ്മൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റപ്പുകളൊന്നും മറന്നുപോയത്. ക്വാഡ്രന്റ് സെറ്റപ്പ് ആണ്. പിന്നെ നമ്മൾ ഇവിടെ താഴെ നമ്മൾ തൊട്ടു മുന്നേ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഡ് മൾട്ടിപ്പിൾസ് ആണ് വരുന്നെങ്കിൽ സൈൻ കോസാം, കോസ് സൈനം, ടാൻ കോട്ടാം, കോട്ട് ടാനാം, സീക്ക് കൊസീക്കാം, കൊസീക്ക് സീക്കാം. ഇനി ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ പറഞ്ഞ ട്രിഗണോമെട്രിക് റേഷ്യോസ് മാറത്തില്ല. പിന്നെ ക്വാഡ്രന്റ് ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി എടുത്തോളണം. പിന്നെ നമ്മൾ അതിന് ഇടയിൽ ഒരു ബേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈൻ ഓഫ് മൈനസ് എക്സ്. എന്താണ് മൈനസ് സൈൻ എക്സ്? കോസ് ഓഫ് മൈനസ് എക്സ് ദാറ്റ് ഈസ് കോസ് എക്സ്. ടാൻ ഓഫ് മൈനസ് എക്സ് ദാറ്റ് ഈസ് എന്താണ് മൈനസ് ടാൻ എക്സ്. പിന്നെ അതേപോലെ 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കണം. ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതി സെറ്റ് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം.
അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ദ വാല്യൂ ഓഫ് കോസ് മൈനസ് 780 ഡിഗ്രി. എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി. കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി. ശരി, അപ്പൊ ഇത് RRB RPF SI എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി നമ്മൾ ഇന്ന് പഠിച്ചതാണ്, ഒരു റൂള് പഠിച്ചതാണ്. എന്താണ് റൂള്? കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചു? വെറും കോസ് എക്സ് എന്ന് പഠിച്ചു. അതേപോലെ കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം, അത് കോസ് 780 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതാണ് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അതേപോലെ കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? വെറും കോസ് 780 ഡിഗ്രി ആയിരിക്കും. കോസ് 780 ഡിഗ്രി ആയിരിക്കും. നന്നായിട്ട് മനസ്സിലായോ? അപ്പൊ ആ റൂള് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ എന്താണ്? മൈനസ് സൈൻ എക്സ് എന്നാണ്. അപ്പൊ അങ്ങനെയല്ല, കോസ് ആണെങ്കിൽ എന്താണ്? കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് എക്സ് ആണ്. അതേപോലെ നമുക്ക് പറയാം കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് 780 ഡിഗ്രി ആണ്. കോസ് 780 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാന്ന് പറയുമ്പോ കോസ് ഓഫ് മൈനസ് 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പറയാം കോസ് 780 ഡിഗ്രി ആണ്. കോസ് 780 ഡിഗ്രി ആണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന റൂൾ അനുസരിച്ച് തന്നിട്ടുള്ള ആംഗിൾ വാല്യൂ തൊട്ടു മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ തൊട്ടു മുന്നേ വരുന്ന 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 720 ഡിഗ്രി ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് ഓഫ് 720 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8 into 90 ആണ് അല്ലെ. 8 into 90 ഡിഗ്രി പ്ലസ് 720യുടെ കൂടെ 60 ആഡ് ചെയ്യുമ്പോഴല്ലേ 780, അപ്പൊ പ്ലസ് 60 ഡിഗ്രി. ഇതൊരു ഈവൻ മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോ മാറുന്നില്ല. എന്ത് തന്നെയായിരിക്കും? കോസ് തന്നെയായിരിക്കും. അതായത് കോസ് 60 ഡിഗ്രി എന്ന് പറയാം. കോസ് 60 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? 1/2 എന്നാണ്. 1/2 കഴിഞ്ഞില്ല, നമ്മൾ ക്വാഡ്രന്റ് നോക്കണം, അതിന്റെ സൈൻ ശരിയാണോ നോക്കണം അല്ലെ. കോസ് 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 8 into 90, അതായത് 4 പ്രാവശ്യം 90, വീണ്ടും ഒരു 4 പ്രാവശ്യം 90, അപ്പൊ 8 times ആയി. പ്ലസ് സംതിങ് അവിടെയാണത്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. ഇവിടെ അപ്പൊ സൈൻ മാറുന്നില്ല. നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? 1/2. നമുക്ക് പറയാം ആൻസർ ഓപ്ഷൻ സി 1/2 എന്ന് പറയാം. 1/2 എന്ന് പറയാം. കണ്ടോ, നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോയത്. അപ്പൊ ഇതിനകത്ത് ഒരു റൂള് കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച റൂള് തന്നെയാണ്. ഈ ഒരു റൂള് കൂടെ നല്ല വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പരിപാടി ഉഷാറാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സിംപ്ലിഫൈ സൈൻ 780 ഡിഗ്രി ഇൻറ്റു സൈൻ 480 ഡിഗ്രി പ്ലസ് കോസ് 120 ഡിഗ്രി ഇൻറ്റു സൈൻ 30 ഡിഗ്രി. ഓക്കെ, അപ്പോ നിങ്ങളുടെ മനസ്സിൽ കുറച്ചു പേർക്കെങ്കിലും സന്തോഷം കാണും അല്ലെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് സിമ്പിൾ ആണ് അല്ലെ. ഓരോന്നിന്റെയും വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യം നന്നായിട്ട് മനസ്സിലായവർക്ക് മനസ്സിലൊരു ചിരിയുണ്ട് അല്ലെ. ശരി, പറഞ്ഞു തരാം. ഓരോന്നായിട്ട് നമുക്ക് പറയാം. സൈൻ 780 ഡിഗ്രി എന്താണെന്ന് നോക്കാം. അപ്പോ സൈൻ 780 ഡിഗ്രി നമുക്ക് പറയാം. സൈൻ 780 ഡിഗ്രി എന്ന് പറഞ്ഞു നോക്കാം. സൈൻ എങ്ങനെ പറയാം? 8 into 90 പ്ലസ് 60 ഡിഗ്രി അല്ലെ. തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ ഇതേപോലെ ആയിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെ. അതായത് 720 പ്ലസ് 60 ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. സൈൻ തന്നെ എഴുതും. സൈൻ 60 ഡിഗ്രി എന്ന് പറയും. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2 എന്നാണ്. √3/2 കുഴപ്പമില്ലല്ലോ. ശരി, ഇനി നമ്മൾ നോക്കണേ ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും. 8 പ്രാവശ്യമായി പ്ലസ് സംതിങ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. എന്ത് തന്നെയാണ് നമ്മുടെ ആൻസർ? ആ സൈൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. √3/2 തന്നെയാണ്. അതായത് സൈൻ 780 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2 തന്നെയാണ്. അപ്പൊ ഇതായിട്ടുണ്ട്. അടുത്തൊന്ന് കണ്ടുപിടിക്കാം സൈൻ 480 ഡിഗ്രിയുടെ വാല്യൂ. സൈൻ 480 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം
സൈൻ 480ക്ക് തൊട്ട് മുന്നേ വന്ന 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 450 ആണ്. ദാറ്റ് ഈസ് 5 into 90. അപ്പോ സൈൻ ഓഫ് 5 into 90 പ്ലസ് എത്രയാണ് 450യുടെ കൂടെ ഒരു 30 ഡിഗ്രി കൂടെ ആയിരിക്കും അല്ലെ, പ്ലസ് 30 ഡിഗ്രി എന്നായിരിക്കും. ശരി, നമുക്കറിയാം നിങ്ങൾക്കും അറിയാം, ഉറപ്പിച്ച് പറയാം, ഒരു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ വിൽ ചേഞ്ചസ് ടു എന്താണ്, കോസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോസ് 30 ഡിഗ്രി എന്ന് പറയാം. കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? കോസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് √3/2 ആണ്. ഇനി നമുക്ക് നോക്കാം 5 times 90. ഇത് നമ്മൾ ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കാം അല്ലെ. 5 times എന്താണ് 90. അപ്പോ 1 time 2 time 3 time 4 time 5 times പ്ലസ് സംതിങ്. അത് എവിടെ വന്നു? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ നമ്മുടെ വാല്യൂവിൽ ചേഞ്ച് ഒന്നുമില്ല. √3/2 ദാറ്റ് ഈസ് സൈൻ 480 ഡിഗ്രി ഈക്വൽ ടു √3/2. അതേപോലെ കോസ് 120 ഡിഗ്രി എങ്ങനെ പറയാം? കോസ് ഓഫ് 90 പ്ലസ് 30 ഡിഗ്രി. 90 എന്ന് പറയുമ്പോ 1 into 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ഓഡ് മൾട്ടിപ്പിൾ ആണ്. കോസ് വിൽ ചേഞ്ചസ് ടു സൈൻ ദാറ്റ് ഈസ് സൈൻ 30 ഡിഗ്രി എന്നായി. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 1/2 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇനി ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കാം അല്ലെ. ഒരു 90 പ്ലസ് സംതിങ് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലെ. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണ്. സൈൻ മാത്രമല്ലേ പോസിറ്റീവ് ആണല്ലോ, സൈനും അതിന്റെ റെസിപ്രോക്കലും. അപ്പൊ നമുക്ക് പറയാം കോസ് 120 ഡിഗ്രി ഈക്വൽ ടു -1/2 എന്ന് പറയാം. കോസ് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -1/2. ഇനി അടുത്തതാ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? ഇത് എല്ലാവർക്കും അറിയാം. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് എന്താണ്? 1/2 ആണ്. ശരി, ബാക്കി പറഞ്ഞു വരാം. അപ്പൊ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോ ഓരോന്നിന്റെ വാല്യൂസ് നമുക്ക് പ്ലേസ് ചെയ്യാമോ? സൈൻ 780 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2 എന്നാണ്. √3/2 ഇൻടു സൈൻ 480 ഡിഗ്രി അതും എന്ത് തന്നെയാണ്? √3/2. ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ, പ്ലസ് ഇട്ട് കൊടുത്തു. കോസ് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -1/2 ഇൻടു സൈൻ 30 ഡിഗ്രി ദാറ്റ് ഈസ് 1/2 ചേർത്ത് പറയാം. √3 ഇൻടു √3 ദാറ്റ് ഈസ് 3/4. ഇനി -1 ഇൻടു -1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ 2 ഇൻടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. 3/4 -1/4 ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാം. 3 -1 എന്ന് പറഞ്ഞാൽ 2/4 നമുക്ക് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 1/2. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 1/2 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോ സെപ്പറേറ്റ് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് ഒരു സന്തോഷം? നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ എന്നുള്ളൊരു ഒരു ഹാപ്പിനെസ് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി. നമ്മുടെ ഫൈനൽ ആൻസർ 1/2 ആണ്. ഇത് RRB JEE 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എക്സ്പ്രസ് സൈൻ 58 ഡിഗ്രി പ്ലസ് കോസ് 82 ഡിഗ്രി ഇൻ ടേംസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾസ് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? സൈൻ 58 ഡിഗ്രി പ്ലസ് കോസ് 82 ഡിഗ്രിനെ എന്ത് ചെയ്യണം? 0ക്കും 45നും ഉള്ളിൽ വരുന്ന ആംഗിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സൈൻ 58 ഡിഗ്രി പ്ലസ് കോസ് 82 ഡിഗ്രി, ഇവിടെ എന്താ 58 ഡിഗ്രി ഒരു 82 ഡിഗ്രി ഒക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ വാല്യൂസ് എന്തായിരിക്കണം? 0ക്കും 45നും ഉള്ളിലുള്ള വാല്യൂസ് വെച്ച് ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? അപ്പോ നമുക്ക് വേണ്ടിയത് എന്താണ്? 0ക്കും 45നും ഉള്ളിലുള്ള ആംഗിളിന്റെ ടേംസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ മാറ്റിയെടുക്കണം. ശരി, സംഭവം കാണുമ്പോൾ എന്തൊക്കെയെന്ന് തോന്നും. ഇല്ല, നമ്മളിപ്പം പഠിക്കുന്ന ഐറ്റം തന്നെയാണ്, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ്. ശരി, അപ്പൊ ഇതിനെ നമ്മൾ നൈസായിട്ടൊന്ന് നമ്മൾ സെറ്റ് ചെയ്യും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ.
തന്നിട്ടുള്ളത് എന്താണ്? സൈൻ 58 ഡിഗ്രി അല്ലെ? സൈൻ 58 ഡിഗ്രി അല്ലെ? സൈൻ 58 ഡിഗ്രി. അപ്പോ സൈൻ 58 ഡിഗ്രിനെ ഞാൻ ഇങ്ങനെ എഴുതും. സൈൻ 90 ഡിഗ്രി മൈനസ് 90ൽ എത്ര സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 58 കിട്ടുന്നത്? നൈസായിട്ട് നോക്കാം. 58, 68, 78, 88, 32. അപ്പോ 90 മൈനസ് 32. അപ്പൊ ഒന്നും കൂടെ എന്താ സംഭവിച്ച്? അപ്പൊ ഞാനിവിടെ ചെയ്തത് സൈൻ 58 ഡിഗ്രിനെ എങ്ങനെ എഴുതി? സൈൻ 90 മൈനസ് 32 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ ഒന്നും കൂടെ സൈൻ 58നെ ഞാൻ മാറ്റി എഴുതിയത് എങ്ങനെയാണ്? സൈൻ 90 ഡിഗ്രി മൈനസ് 32 ഡിഗ്രി എന്ന് പറഞ്ഞ് മാറ്റി എഴുതി. ഓക്കെ അല്ലേ? ഈ വെറും 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 into 90 ഡിഗ്രി എന്നല്ലേ? 1 into 90 ഡിഗ്രി എന്നല്ലേ? അപ്പൊ ഒന്നും കൂടെ സൈൻ 90 മൈനസ് 32 എന്ന് എഴുതി. ഈ വെറും 90 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 1 into 90 ആണ്. ഇനി ബാക്കി നമ്മൾ ഇവിടെ മൈനസ്, അതൊന്നും വിഷയമല്ല. ഇവിടെ ഒരു 90 മൈനസ് 32 അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈ പറയുന്നത്? അല്ലെ, ഈ പറയുന്നത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ? സൈൻ എന്തായിട്ട് അങ്ങ് മാറും? കോസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോസ് 32 ഡിഗ്രി ആയിട്ട് മാറി. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനിയിപ്പോ നമുക്ക് 32ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇട്ട് കൊടുക്കാനൊക്കെ നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം കോസ് 32. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 90 മൈനസ് 32 അല്ലെ? സൈൻ 90 മൈനസ് 32 അത് ഏത് ക്വാഡ്രന്റിൽ വരും? ഇത് മുതൽ ഇതുവരെ 90 ആണ്. 90 മൈനസ് 32 എന്ന് പറയുമ്പോൾ 0 മുതൽ 90 വരെയുള്ള വാല്യൂസ് എവിടെയാണ്? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. സൈൻ 58 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയും പറയാം? കോസ് 32 ഡിഗ്രി എന്ന് പറയാം. കോസ് 32 ഡിഗ്രി കണ്ടോ? 0ക്കും 45 ഡിഗ്രിക്കും ഉള്ളിലുള്ള വാല്യൂ അല്ലേ 32 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്ക് സൈൻ 58 ഡിഗ്രി എന്നുള്ളതിന് നമുക്ക് എങ്ങനെയും എഴുതാം? കോസ് 32 ഡിഗ്രി എന്നും പറഞ്ഞു എഴുതാം. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതും പറ. കോസ് 82 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതും. കോസ് ഓഫ് 90 ഡിഗ്രി മൈനസ് 8 ഡിഗ്രി അല്ലെ? 90ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ 82 കിട്ടണേ. ഈ വെറും 90 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 into 90 എന്നാണ്. ഓഡ് മൾട്ടിപ്പിൾ ആണോ? കോസ് വിൽ ചേഞ്ച് ടു സൈൻ 8 ഡിഗ്രി എന്നായി. സൈൻ 8 ഡിഗ്രി. ഇനി നമ്മൾ നോക്കുമ്പോൾ 90 മൈനസ് 8, 90 മൈനസ് സംതിങ്, അത് എവിടെ തന്നെ കാണും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ കാണും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ സൈൻ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ് 82 ഡിഗ്രിനെ നമുക്ക് എങ്ങനെയും പറയാം? സൈൻ 8 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കണേ. കോസ് 82 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പറയാം? സൈൻ 8 ഡിഗ്രി എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ അല്ലേ ചേഞ്ച് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത്? ഈ എക്സ്പ്രഷൻ സൈൻ 58ന് പകരം നമുക്ക് എങ്ങനെ പറയാം? ദാറ്റ് ഈസ് കോസ് 32 ഡിഗ്രി പ്ലസ് കോസ് 82 ഡിഗ്രിക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സൈൻ 8 ഡിഗ്രി. കഴിഞ്ഞു. ഇതേ ഓപ്ഷൻ ഉണ്ട് നോക്കാം. കോസ് 32 ഡിഗ്രി പ്ലസ് സൈൻ 8 ഡിഗ്രി അല്ലെ? കോസ് 32 ഡിഗ്രി പ്ലസ് സൈൻ 8 ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. കോസ് 32 ഡിഗ്രി പ്ലസ് സൈൻ 8 ഡിഗ്രി. അപ്പൊ ഇത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. RRB ഗ്രൂപ്പ് ഡിക്ക് വന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. നമ്മള് ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളെല്ലാം സ്ട്രോങ് ആയിരിക്കണം. റൂൾസ് എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം അല്ലെ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 12 ഡിഗ്രി പ്ലസ് കോസ് 84 ഡിഗ്രി പ്ലസ് കോസ് 168 ഡിഗ്രി പ്ലസ് കോസ് 96 ഡിഗ്രി. അപ്പൊ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചത് 80 ഓട്ടോ 60 ഓട്ടോ 90 ഓട്ടോ 45 ഓട്ടോ അങ്ങനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അങ്ങനെ നമുക്ക് അറിയാവുന്ന വാല്യൂ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ പറ്റുന്നില്ല. ശരി, അപ്പൊ ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യും. അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ റൂളിന് വിരുദ്ധമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളല്ല കേട്ടോ. നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസിന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതും. അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് നമ്മൾ എഴുതും. ശരി, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോസ് 12 ഡിഗ്രി ഞാൻ അതേപോലെ എഴുതി. കോസ് 12 ഡിഗ്രി കുഴപ്പമില്ല. പ്ലസ് കോസ് 84 ഡിഗ്രിയെ
84 ഡിഗ്രിയെ നമുക്ക് 90 മൈനസ് 6 എന്ന് പറയാം. പോരാഞ്ഞതിന് അപ്പുറത്ത് ഒരു 90 പ്ലസ് 6 എന്നുള്ള രീതി, അല്ലെ 96 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 90 പ്ലസ് 6 എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഈ പറയുന്ന 84 ഡിഗ്രിയെ 90 മൈനസ് 6 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കോസ് 84 ഡിഗ്രിയെ ഞാൻ ഇങ്ങനെ എഴുതി, കോസ് 90 മൈനസ് 6 ഡിഗ്രി എന്ന് പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒന്നും കൂടെ കോസ് 84 ഡിഗ്രി ഞാൻ മാറ്റി എഴുതിയത് എങ്ങനെയാണ്? കോസ് 90 മൈനസ് 6 എന്ന് പറഞ്ഞു എഴുതി. അതേപോലെ കോസ് 168 ഡിഗ്രിയെ ഞാൻ ഇങ്ങനെ പറയും, കോസ് 180 ഡിഗ്രി, അല്ലെ അതിന്റെ ഏകദേശം അതിന്റെ അടുത്തൊക്കെ വരുന്ന ഒരു 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 180 ആണ്. അപ്പൊ കോസ് 180 മൈനസ് 12 എന്ന് പറഞ്ഞിരുന്നു. കോസ് 180 മൈനസ് 12. പിന്നെ പോരാഞ്ഞതിന് ഇവിടെ ഒരു കോസ് 12 ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആയിട്ട് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കോസ് 180 മൈനസ് 12 എന്ന് പറഞ്ഞു പ്ലസ് ഈ കോസ് 96നെ ഞാൻ എന്തെന്ന് എഴുതും? കോസ് 90 പ്ലസ് 6 എന്ന് പറഞ്ഞു. കോസ് 90 പ്ലസ് 6 എന്ന് പറഞ്ഞു. അപ്പോ തന്നിട്ടുള്ള കാര്യങ്ങളേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് അറേഞ്ച് ചെയ്ത് ഇനി നമുക്ക് എങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കോസ് 12 ഡിഗ്രിയെ ഞാൻ അങ്ങനെ തന്നെ എഴുതി, കോസ് 12 ഡിഗ്രി പ്ലസ് കോസ് 90 മൈനസ് 6. അപ്പൊ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് മനസ്സിലാക്കണേ. നമ്മൾ പറഞ്ഞു വന്ന് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്? കോസ് 90 മൈനസ് 6, കോസ് 90 മൈനസ് 6 വെറും 90 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്? 1 into 90, that is odd multiple ആണ്. Cos will change to sin, that is sin എന്തെന്ന് പറയാം? sin 6 ഡിഗ്രി എന്ന് പറയാം. sin 6 ഡിഗ്രി വ്യക്തിക്ക് മനസ്സിലായ സാധനം. അപ്പോ 1 into 90 ആണ്. 1 into 90 എന്ന് പറയുമ്പോൾ അത് odd multiple ആണ്. odd multiple ആണെങ്കിൽ cos will change to sin, then sin 6 ഡിഗ്രി. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു കാര്യങ്ങൾ നോക്കും. ഏത് ക്വാഡ്രന്റ് ആണ്? 90 മൈനസ് സംതിങ്, അല്ലെ 90ക്കുള്ളിലാണ്. 90 മൈനസ് അല്ലെങ്കിൽ 84 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ എവിടെയാ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് ആണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോസ് 180 മൈനസ് 12 ഡിഗ്രി. ഈ 180 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 90 ആണ്, അല്ലെ 2 into 90 ഡിഗ്രി ആണ് 180. അപ്പൊ 2 into 90 ദാറ്റ് ഈസ് എന്താണ്? ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് വിൽ ചേഞ്ച് ടു ഇല്ല, ചേഞ്ച് ആവൂല. കോസ് എങ്ങനെ എഴുതും? കോസ് ആയിട്ട് തന്നെ എഴുതും. ഓക്കെ ആണോ? അപ്പൊ കോസ് 180 മൈനസ് 12 എന്നാണ് ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഒരു ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ എങ്ങനെ തന്നെ എഴുതും? കോസ് എന്ന് തന്നെ എഴുതും. കോസ് 12 ഡിഗ്രി എന്ന് പറയാം. കോസ് 12 ഡിഗ്രി. ഇനി 180 മൈനസ് 12, ഇത് മുതൽ ഇതുവരെയാണ് 180 12 തുടങ്ങിയത് ഇവിടെ നിൽക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറഞ്ഞാൽ, കോസ് ഇവിടെ നോക്കട്ടെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സൈനും അതിന്റെ റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. അപ്പൊ നമുക്ക് പറയാം ഇത് മൈനസ് കോസ് 12 ഡിഗ്രി ആണ്. സെറ്റ് അല്ലേ അത്? അപ്പോ ഒന്നുകൂടെ സമയം എടുത്ത് ആലോചിച്ച് നോക്കണം. 180 മൈനസ് 12 എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇനി കോസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. നമുക്ക് പറയാം ഇവിടെ ഇത് മാറില്ല, റേഷ്യോ മാറില്ല. കാരണം ഒരു ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് മാറാത്തതുകൊണ്ട് അല്ലെ കോസ് 12 ഡിഗ്രി ആണ്. പക്ഷെ മൈനസ് കോസ് 12 ഡിഗ്രി ആയിരിക്കും, കാരണം അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇനി ഇവിടെ കോസ് 90 പ്ലസ് 6 ഓഡ് മൾട്ടിപ്പിൾ ആണ്, അല്ലെ വെറും 90 എന്ന് പറഞ്ഞാൽ 1 into 90. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസ് വിൽ ചേഞ്ച് ടു സൈൻ 6 ഡിഗ്രി. നോക്കണം, 90 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 90 കഴിഞ്ഞു വന്നല്ലേ? അതെവിടെയാണ്? അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ കോസ് നെഗറ്റീവ് ആണ്. ശരി, ഇനി ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്, എല്ലാം ക്യാൻസൽ ആയി പോയി. പോസിറ്റീവ് ആയിട്ടുള്ള കോസ് 12 ഡിഗ്രി, നെഗറ്റീവ് ആയിട്ടുള്ള കോസ് 12 ഡിഗ്രി പോയി. പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ 6 ഡിഗ്രി, നെഗറ്റീവ് ആയിട്ടുള്ള സൈൻ 6 ഡിഗ്രി പോയി. ഇനി ഒന്നുമില്ല. നമ്മുടെ ആൻസർ 0 ഡിഗ്രി അല്ലോ. നമ്മുടെ ആൻസർ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ ഈസ് എന്താണ്? 0. അപ്പൊ ഞാൻ ഇവിടെ നോട്ട് ചെയ്തില്ല. ഇത് RRB NTPCയുടെ പ്രീവിയസ് ആണ് കേട്ടോ. RRB NTPC എക്സാമിന്റെ NTPC എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. RRB NTPC എക്സാമിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ ഒക്കെ നിങ്ങളിപ്പോ എഴുതിയെടുക്കുന്നുണ്ടാവും. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, എഴുതി പഠിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. എങ്കിലും ഇപ്പൊ കുറെ കൂടെ ഒരു ധൈര്യം ആയില്ലേ? വന്നില്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 37 ഡിഗ്രി സീക് 143 ഡിഗ്രി പ്ലസ് സൈൻ 34 ഡിഗ്രി കൊസീക് 146 ഡിഗ്രി. വാല്യൂ കാണാനാ പറയുന്നത്. ശരി, അപ്പൊ തൊട്ട് മുന്നേ ഇതും RRB NTPC 2021 വന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അതേപോലെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്ത് വരാം.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ് 37 ഡിഗ്രി ആണ്. കോസ് 37 ഡിഗ്രി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കോസ് 37 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതി. കോസ് 37 ഡിഗ്രി. ഇനി സീക്ക് 143 ഡിഗ്രി ഞാൻ ഇങ്ങനെ എഴുതും. സീക്ക് ഇതിനോട് അടുത്ത ഒരു 90യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 180 മൈനസ് 37 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. അപ്പൊ ഒന്നും കൂടെ സീക്ക് 143 എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതി കൊടുത്തു? സീക്ക് 180 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതി കൊടുത്തു. പ്ലസ് ഇവിടെ സൈൻ 34 ഡിഗ്രി ഞാൻ അതേപോലെ തന്നെ എഴുതി. സൈൻ 34 ഡിഗ്രി, സൈൻ 34 ഡിഗ്രി അതേപോലെ എഴുതി. ഇനി ഇൻറ്റു കൊസീക്, കൊസീക് 146 ഡിഗ്രി ഞാൻ ഇങ്ങനെ എഴുതി. 180 മൈനസ് 34 ഡിഗ്രി. അപ്പോ കൊസീക് 146 എന്നുള്ളത് 180 മൈനസ് 34 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതി. ഓക്കെ അല്ലേ? ശരി. ഇനി ബാക്കി നമുക്ക് എഴുതാൻ അറിയാം. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ശരി, പറഞ്ഞു വരാം. കോസ് 37 ഡിഗ്രി, കോസ് 37 ഡിഗ്രി, കോസ് 37 ഡിഗ്രി. ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? 180 എന്ന് പറഞ്ഞാൽ 2 into 90, 2 into 90, 2 into 90, 2 into 90. അതായത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ്. സീക്ക് മാറുമോ? ഇല്ല. നമുക്ക് എന്ത് തന്നെ എഴുതാം? സീക്ക് 37 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. ഇനി നമ്മൾ എന്ത് നോക്കണം? ഇനി നമ്മൾ ക്വാഡ്രന്റ് നോക്കണം അല്ലെ? 180 മൈനസ് 37 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റില്ല? സെക്കൻഡ് ക്വാഡ്രന്റിൽ സീക്ക് പോസിറ്റീവ് ആണോ? അല്ല, സൈനും അതിന്റെ റെസിപ്രോക്കലാണ് പോസിറ്റീവ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു മൈനസ് സീക്ക് 37 ഡിഗ്രി എന്നാണ്. അപ്പോ കോസ് 37 ഡിഗ്രി ഇൻറ്റു മൈനസ് സീക്ക് 37 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടി. പ്ലസ് സൈൻ 34 ഡിഗ്രി അതേപോലെ എഴുതി. സൈൻ 34 ഡിഗ്രി അതേപോലെ എഴുതി. ഇൻറ്റു കൊസീക് 180 മൈനസ് 34. കൊസീക് 180 എന്ന് പറയുമ്പോൾ 2 into 90. കൊസീക് മാറോ? ഇല്ല. ഈവൻ മൾട്ടിപ്പിൾ ആണ്, മാറത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കൊസീക് 34 ഡിഗ്രി. കൊസീക് 34 ഡിഗ്രി. 180 മൈനസ് സംതിങ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. പക്ഷേ സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊസീക് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് വാല്യൂ ആണ്. വേറെ വിഷയമില്ല. ഇനി കോസ് 37 ഡിഗ്രി, കോസ് 37 ഡിഗ്രി, കോസ് 37 ഡിഗ്രി ഇൻറ്റു ഈ സീക്ക് എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കൽ ആണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ? 1 by കോസ് ആണ് എന്ത്? സീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റു മൈനസ് 1 by കോസ് 37 ഡിഗ്രി. ഓക്കെ ആണോ? ഇനി പ്ലസ് ഇവിടെ സൈൻ 34 ഡിഗ്രി ഇൻറ്റു സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by സൈൻ 34 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. 1 by സൈൻ 34 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. എല്ലാം ക്യാൻസൽ ആയി പോയില്ലേ? ഈ കോസ് 37 ഈ കോസ് 37 വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -1 എന്ന് കിട്ടും. പ്ലസ് ഇതും വെട്ടിപ്പോകുമ്പോൾ അവിടെ എന്ത് കാണും? 1 കിട്ടും. -1 + 1 അല്ലെ? -1 + 1 നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0 0 0 0. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 0 എന്ന് പറഞ്ഞു കിട്ടി. 0 എന്ന് പറഞ്ഞു കിട്ടി. ഇനി ഇതിപ്പോ നമ്മൾ ഇവിടെ കോസ് 37 സീക്ക് അല്ലെ വന്നപ്പോ നമ്മൾ ഇതേപോലെ റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് എഴുതി. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഞാൻ പറയുന്നത് എളുപ്പവഴിയാണ്, നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എടുത്ത് എഴുതി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാനുള്ള ഇട വരരുത്. അപ്പോ കോസ് ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇവിടെ ഒരു -1 ഉണ്ട്, -1 ആയിരിക്കും. അതേപോലെ സൈൻ ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ അവിടെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. വെട്ടിയങ്ങ് പോകും. ആംഗിൾ വാല്യൂ സെയിം ആയിരിക്കണം. ഇവിടെ 34 അവിടെ 34 ആയിരിക്കണം. ഇവിടെ 34 അവിടെ 55 ഒക്കെ വന്നാൽ വെട്ടിപ്പോവില്ല. അത് ശ്രദ്ധിച്ചോളാം. എങ്ങനെയാണ്? സൈൻ 34 ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ കൊസീക് 34. അവിടെ ഇനി ഒന്നേന്നെടുത്ത് 1 by അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഇതങ്ങ് വെട്ടിപ്പോവും. അത് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തോളാം. അവിടെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അതൊക്കെ നമ്മൾ എത്രത്തോളം എഴുതി പഠിക്കും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 15 ഡിഗ്രി മൈനസ് സൈൻ 75 ഡിഗ്രി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് 15 ഡിഗ്രി പ്ലസ് സൈൻ 75 ഡിഗ്രി എന്നാണ്. ശരി, അപ്പോ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് RRB NTPC വന്ന ക്വസ്റ്റ്യൻ ആണ്. NTPC 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോ 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്താണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യില്ലേ? അത് തന്നെയാണ് ഐറ്റം. ശരി, നമുക്ക് പറഞ്ഞു നോക്കാം എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ കോസ് 15 ഡിഗ്രി മൈനസ് സൈൻ 75 ഡിഗ്രി. ശരി, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും. കോസ് 15 ഡിഗ്രി മൈനസ് സൈൻ 75 ഡിഗ്രിനെ ഞാൻ ഇങ്ങനെ എഴുതി. സൈൻ 90 മൈനസ് 15 എന്ന് എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ
കോസ് 15 ഡിഗ്രി അതേപോലെ എഴുതി. കോസ് 15 ഡിഗ്രി ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് സൈൻ 75 ഞാൻ വീണ്ടും സൈൻ 90 ഡിഗ്രി മൈനസ് 15 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല, കുഴപ്പമില്ല. ശരി, വീണ്ടും നമുക്ക് എഴുതി വരുമ്പോ കോസ് 15 ഡിഗ്രി മൈനസ് സൈൻ 90 മൈനസ് 15 അല്ലെങ്കിൽ സൈൻ 1 into 90 അല്ലെ സൈൻ 1 into 90 അതായത് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ആണ്. സൈൻ എന്തായിട്ട് മാറും, കോസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോസ് 15 ഡിഗ്രി. ഇനി പോരാഞ്ഞതിന് 90 മൈനസ് സംതിങ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ഓൾ പോസിറ്റീവ് ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ ഇവിടെയും അതേപോലെയാണ്. എന്താണ് കോസ് 15 ഡിഗ്രി പ്ലസ് സൈൻ 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് 15 ഡിഗ്രി. ഇനി ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ കോസ് 15 ഡിഗ്രി മൈനസ് കോസ് 15 ഡിഗ്രി, കോസ് 15 ഡിഗ്രി മൈനസ് കോസ് 15 ഡിഗ്രി, 5 മൈനസ് 5, 15 മൈനസ് 15 എന്താണ് 0 അല്ലെ. കോസ് 15 ഡിഗ്രി മൈനസ് കോസ് 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0. ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോയി. ഡിവൈഡഡ് ബൈ കോസ് 15 ഡിഗ്രി പ്ലസ് കോസ് 15 ഡിഗ്രി. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ പോയി, നമ്മുടെ ആൻസർ മൊത്തത്തിൽ 0 ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 0 എന്ന് പറയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 0 ആയിരിക്കും. അപ്പൊ ഇതങ്ങനെ വലിയ കോംപ്ലക്സ് അല്ല. നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ആയിട്ട് പഠിച്ചു വന്നതുകൊണ്ട് നമുക്ക് അതൊരു വിഷയമൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസറിലോട്ട് എത്തി. ഓക്കെ അല്ലേ. അപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു? അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം ഈ ഒരു ക്വാഡ്രന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, ക്വാഡ്രന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് 4 നമ്മൾ കൂടുതൽ നോക്കിയിട്ടുള്ളത്. പിന്നെ ഒന്ന് രണ്ട് ചെറിയ റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുള്ളത്. സൈൻ മൈനസ് അല്ലെ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ് മൈനസ് സൈൻ എക്സ്. പിന്നെ എന്താ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വെറും കോസ് എക്സ് ആണ്. പിന്നെ ടാനിന്റെ കേസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വക കാര്യങ്ങളും ഈ ക്വാഡ്രന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ വലിയ ആംഗിൾസ് ഒക്കെ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതും, അല്ലെങ്കിൽ 90യുടെ മൾട്ടിപ്പിൾസിൽ നിന്ന് കൂട്ടിയും കുറച്ചൊക്കെ എഴുതുന്ന രീതികളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ സെറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു, നമ്മൾ പാർട്ട് 1 പഠിച്ചു, പാർട്ട് 2 പഠിച്ചു, പാർട്ട് 3 പഠിച്ചു, അടുത്ത പാർട്ട് 4 നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ അടുക്കടുക്കായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് നോട്ട് എഴുതിയെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ അല്ലേ? ഉറപ്പായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. നോട്ട് എന്തായാലും എഴുതി തന്നെ പഠിച്ചു പോകണം. അപ്പോ നമുക്ക് പാർട്ട് 5 കാണാം. പാർട്ട് 5 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ, ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കണം. നമുക്ക് കുറേശ്ശെ നമുക്ക് അന്നന്ന് വേണ്ടെന്നുള്ള കാര്യങ്ങൾ അന്നങ്ങ് പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആ ഓരോ പാർട്ടിൽ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസും അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഈ പാർട്ട് എല്ലാവരും സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പാർട്ട് 5 നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.